ഒരിക്കൽ നാരദമുനി ത്രിദേവിമാരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ദേവി, എനിക്ക് ഈ പൊതിയിലുള്ള കടല വേവിച്ചു തരണം. ഒരു ശക്തിയും ഉപയോഗിക്കാതെ. എന്നിട്ട് നാരദമുനി അവിടെ നിന്നും പോയി. ത്രിദേവിമാർ പൊതി തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇരുമ്പിന്റെ കടലകൾ. അവരൊക്കെയും പരസ്പരം നോക്കി ആശയക്കുഴപ്പത്തിലായി. അതിനിടെ നാരദമുനി ഭൂമിയിലെ ഇഷി അന്തരിയുടെ ഭാര്യയായ അനസൂയയുടെ അടുക്കലേക്ക് പോയി. അവരോടും അതേ അഭ്യർത്ഥന മുന്നോട്ടുവച്ചു. ദേവി, ഈ പൊതിയിലുള്ള കടല ഒരു ശക്തിയും ഉപയോഗിക്കാതെ വേവിച്ചു തരാമോ? ഇത് പറഞ്ഞ് നാരദമുനി അപ്രത്യക്ഷനായി. ദേവി അനസൂയ പൊതി തുറന്നു നോക്കി. ഒരു നിമിഷം അവൾ ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ തന്നെ ഇഷി അന്തരി അവിടെയെത്തി. ദേവി ഇഷിക്ക് കാലുകൾ കഴുകാൻ വെള്ളം എടുത്ത് കാലുകൾ കഴുകി. ഈശ്വരനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു പതിവ്രതയായ സ്ത്രീ ആണെങ്കിൽ ഈ കടലകൾ വേഗം. അങ്ങനെ പ്രാർത്ഥിച്ച് ആ വെള്ളത്തിൽ ഇരുമ്പിന്റെ കടലകൾ ഇട്ടു വേവിക്കാൻ തുടങ്ങി. ആശ്ചര്യം, കടലകൾ വെന്തു. നാരദമുനി ഉടൻ അവിടെ പ്രത്യക്ഷനായി. സന്തോഷത്തോടെ അനസൂയ ദേവി നാരദന് വേവിച്ച കടലകൾ കൊടുത്തു. നാരദമുനി ത്രിദേവിമാരുടെ അടുത്തെത്തി. ദേവിമാർ അവനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പരിഹസിച്ചത്? ഇരുമ്പിന്റെ കടല ശക്തി കൂടാതെ വേവിക്കാനാവുമോ? നാരദമുനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവിമാരെ, എന്റെ അടുത്തേവി അനസൂയ അങ്ങനെ വേവിച്ച കടലയുണ്ട്. ദേവിമാർ പറഞ്ഞു, ശക്തി ഉപയോഗിക്കാതെ ഇത് സംഭവ്യമല്ല. നാരദമുനി പറഞ്ഞു, പതിവ്രതയായ സ്ത്രീയുടെ ശക്തിയിൽ സംഭവ്യമാണ് ദേവി. ദേവി അനസൂയ തന്റെ സത്രീത്വത്തിന്റെ ശക്തിയിൽ ദേവി സർവോത്തമായ പതിവ്രതയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. എങ്ങനെ പറഞ്ഞു? നാരദമുനി അപ്രത്യക്ഷനായി. ദേവിമാർ ഒരു നിമിഷം ആലോചിച്ചു. ദേവിമാർ അനസൂയയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് നിശ്ചയിച്ചു. അവർ ത്രിദേവന്മാരുടെ അടുത്ത് പോയി പറഞ്ഞു, ദേവന്മാരെ, ദേവി അനസൂയയുടെ പതിവ്രത ധർമ്മം സത്യമാണോ എന്നറിയാൻ നിങ്ങൾ അവരോട് നിർവാണദാനം ചോദിക്കുക. നിർവനദാനം എന്നാൽ വിവസ്ത്രയായിട്ട് ദാനം ചെയ്യുക എന്നായിരുന്നു. തീരുമാനത്തിൽ ആദ്യം ത്രിദേവന്മാർ വിസമ്മതിച്ചു. പക്ഷേ ദേവിമാരുടെ ആവശ്യപ്രകാരം അവർക്ക് പരീക്ഷണാർത്ഥം അനസൂയ ദേവിയുടെ അടുത്ത് പോകാതെ വയ്യ. അങ്ങനെ ത്രിദേവന്മാർ സന്യാസിമാരുടെ വേഷത്തിൽ അനസൂയാദേവിയുടെ അടുക്കലെത്തി. ദേവി, ഞങ്ങൾക്ക് നിർവാണദാനം നൽകുമോ? ഇത് കേട്ടു അനസൂയ ദേവി ഭയപ്പെട്ടു. വീട്ടിൽ വന്ന ഇഷിമാരെ ദാനം കൊടുക്കാതെ പറഞ്ഞേക്കുന്നത് കൊടും പാപമാണ്. അവർ ചോദിക്കുന്നതോ നിർവാണദാനവും. ദേവി സങ്കടത്തോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദേവി തന്റെ തപശക്തിയാൽ ഈ വന്നിരിക്കുന്നത് ത്രിദേവന്മാർ ആണെന്ന് മനസ്സിലാക്കി. ദേവി തപശക്തിയാൽ ത്രിദേവന്മാരോട് കുഞ്ഞുങ്ങൾ ആകാൻ ആവശ്യപ്പെട്ടു. ത്രിദേവന്മാർ 3 അതിമനോഹരന്മാരായ കുഞ്ഞുങ്ങളായി വന്നു. അനസൂയാദേവി അവക്ക് മുലയൂട്ടാൻ തുടങ്ങി. അവരെ തനിക്കുള്ള പുത്രന്മാരായി പരിചരിക്കാനാരംഭിച്ചു. അതേസമയം ത്രിദേവിമാർ ലക്ഷ്മി, പാർവതി, സരസ്വതി തങ്ങളുടെ ഭർത്താക്കന്മാരെ കണ്ടെത്താൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവർ കുഞ്ഞുങ്ങളായി മാറിയിരിക്കുന്നത് കണ്ടു. അനസൂയയുടെ പതിവ്രത ധർമ്മശക്തിയുടെ മുന്നിൽ അവർ തലകുനിച്ചു. അവൾ ഭർതൃഭക്തിയാൽ ദിവ്യശക്തിയുള്ള സ്ത്രീ ആണെന്നത് ത്രിദേവിമാർ സമ്മതിച്ചു. അവർ അനസൂയ ദേവിയെ അനുഗ്രഹിച്ച് ത്രിദേവന്മാരുടെ യഥാർത്ഥ രൂപം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു. അനസൂയയുടെ വിശുദ്ധ പതിവ്രത ധർമ്മം കൊണ്ട് ത്രിദേവന്മാരെ അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അനസൂയ ദേവിയെ അനുഗ്രഹിച്ച് ത്രിദേവന്മാർ പറഞ്ഞു, ദേവി, നിന്റെ അഖണ്ഡ ഭക്തിയും പതിവ്രത ധർമ്മവും മൂലം ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. നിനക്കു ഞങ്ങളുടെ സമാനനായ ഒരു പുത്രൻ ജനിക്കും. അവൻ ലോകക്ഷേമത്തിനായി ജന്മം എടുക്കും. അവരുടെ അനുഗ്രഹശക്തിയിൽ നിന്ന് ദത്താത്രേയൻ എന്ന മഹാനായ സന്യാസിപുത്രൻ ജനിച്ചു. ദത്താത്രേയൻ ബ്രഹ്മ, വിഷ്ണു, ശിവൻ 3 ദേവന്മാരുടെ തത്വങ്ങളെ ഉൾക്കൊള്ളുന്ന ദൈവസ്വരൂപനായ ജന്മമേറുകയായി. അദ്ദേഹം അതിമഹാൻ യോഗിയായി ധ്യാനവും തപസ്സും വഴി ശിഷ്യന്മാർക്ക് അധ്വാനമാർഗം കാട്ടി. Moral of the story. ഒരു സ്ത്രീയുടെ ശുദ്ധമായ ഭക്തിയും ധാർമ്മികതയും ദൈവങ്ങളെപ്പോലും കീഴ്പ്പെടുത്തും. സത്യവും വിശ്വാസവും ഉള്ളവർക്ക് ദൈവാനുഗ്രഹം നിശ്ചിതമാണ്. ദത്താത്രേയൻ രമവോമയകളുടെ തത്വങ്ങളെ അധ്യക്ഷത നൽകുന്ന ആചാര്യനായാണ് അറിയപ്പെടുന്നത്.